ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ നാട്ടിലൊരു സംരംഭം പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഓർഡർ ഇവിടെ ഉണ്ട്. ആദ്യത്തെ നമുക്ക് ചോദിക്കാം തനിമ ഫുഡ്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളത്. അപ്പോൾ നമ്മളിതൊരു പ്രവാസി സംരംഭമാണ്. ഞാനൊരു 10-20 വർഷം പ്രവാസിയായിരുന്നു. അപ്പോൾ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ ഇനി എന്തെന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. അതിനുള്ളൊരു മറുപടി ആണ് ഞാൻ നിങ്ങളെ ഇതിൽ കൂടി നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പാൽ ഉൽപ്പന്നമായിട്ട് വിപണിയിലെത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ആലോചിച്ചത്. പാൽ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളതും അതിൻ്റെ വിപണനം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു ഒരു വർഷക്കാലം. എന്നിട്ട് പാല് ഉൽപ്പന്നങ്ങളായിട്ട് മാർക്കറ്റിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള ഉൽപ്പന്നം മോര്, മസാല മോര്, അതുപോലെ തന്നെ വെണ്ണ, നെയ്യ്, അങ്ങനെയുള്ളതാണ് പാൽ ഉൽപ്പന്നങ്ങളായിട്ട് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ പാൽ ഉൽപ്പന്നത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള മസാല മോര്. രണ്ടാമത് ഉള്ളത് പിന്നെ ഇത് മോര്, പിന്നെ വെണ്ണയും നെയ്യും. അതും ആവശ്യത്തിനനുസരിച്ച് ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിച്ചു കൊടുക്കുന്നത്. കൂട്ടത്തിൽ ഇത് മാത്രം സെയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ അതേ കൗണ്ടറിൽ കൂടി നമ്മളെ മറ്റു ഉൽപ്പന്നങ്ങൾ, അതായത് നന്നാരി, സർവത്ത്, മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇതാണ് കർഷകരിൽ നിന്നും പാല് സംഭരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭരിക്കുന്ന പാല് രാവിലെ കർഷകരെ ഇവിടെ എത്തിച്ചു തരികയും അതിനെ നമ്മൾ ഇതുപോലെ കാച്ചി എടുത്ത് അതിനെ തണുപ്പിച്ച് ഉറവൊഴിച്ചിട്ടാണ് നാടൻ രീതിയിൽ ഹാൻഡ്മെയ്ഡായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഇന്ന് പെർമനൻറ്റ് തൊഴിലാളികളായിട്ട് നേപ്പാളീസാണ് നമ്മളെ കമ്പനിയിൽ ഉള്ള തൊഴിലാളി. അതുപോലെ കമ്പനീൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ കൂടി പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ കാസർഗോട്ടുകാരനാണ്, സർഫുക്ക. കേരളത്തിൻ്റെ പുറത്ത് ഇപ്പം ഇന്ന് നമുക്ക് കർണാടകയിൽ, അത് നമ്മളെ സെയിൽസ് എക്സിക്യൂട്ടീവ് കാസർഗോട്ടുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടുന്ന് അങ്ങോട്ട് കർണാടകത്തേക്ക് എത്തിക്കാൻ വലിയ പ്രയാസമില്ല. അപ്പോൾ അയാൾ അവിടെ ഒരു കാസർഗോഡാണ് ഇപ്പം നമ്മളെ ഹബ്ബായിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അദ്ദേഹം ഈ മാനുഫാക്ചർ ചെയ്ത സാധനം ഇവിടുന്ന് ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് കാസർഗോഡ് എത്തിക്കുകയും അവിടെ നമ്മളെ മെയിൻ ഹബ്ബിൽ എല്ലാ പ്രൊഡക്റ്റും ഏതാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അതൊക്കെ അയാൾ അവിടെ കൊണ്ടുപോയിട്ട്, അയാൾ 10-20 വർഷമായിട്ട് ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ പ്രവർത്തിച്ച് പരിചയ എക്സ്പീരിയൻസിലാണ്. അപ്പം അങ്ങനെ അയാളെ സുഹൃത്തുക്കളും മറ്റ് ഒക്കെ ആയിട്ട് കർണാടകത്തിലും അവർക്ക് ബന്ധമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ഉൽപ്പന്നങ്ങൾ കർണാടകത്തിലും ഡിമാൻഡ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അയാളത് കർണാടകത്തിലും എത്തിച്ചവിടെയും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽസ് നടക്കുന്നുണ്ട് തനിമ ഉൽപ്പന്നങ്ങൾ. പിന്നെ കേരളത്തിൽ നമുക്ക് കാസർഗോഡ് അല്ലെ എറണാകുളത്ത് TP ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അവരാണ് നമ്മളെ സാധനം എടുത്തിട്ട് അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൂടി നമുക്ക് ഇന്ന് നെറ്റ്വർക്ക് ഉണ്ട്. അതിനൊന്നും കൂടി വിപുലപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളെ സംരംഭം തികച്ചും ഒരു ഹാൻഡ്മെയ്ഡ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊന്ന് അന്ന് പിന്നെ ഞായറാഴ്ചയാണ് ഓഫ് ദിവസമാണ്. അപ്പം ഇന്ന് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇതിപ്പോൾ ഇന്ന് കാസർഗോഡേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള പിന്നെ സാധനമാണ്. അതിന് ഡ്രൈവറും വണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ ലോഡ് ചെയ്തിട്ട് നിലവിൽ 3 വണ്ടി നമുക്കുണ്ട്. അതിലൊരു വണ്ടി പിന്നെ പുറത്തേക്ക്, അതായത് ജില്ലക്ക് വെളിയിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോസ്ത്, അത് കാസർഗോഡ്, കണ്ണൂർ എവിടുന്നാണോ ആവശ്യപ്പെടുന്നത് അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദോസ്ത് വണ്ടിയുണ്ട്. പിന്നെ ഇതുപോലെ മിനി വണ്ടികൾ പിന്നെ 3 മലപ്പുറം ജില്ലയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഉൽപ്പന്നങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെ കുറച്ച് ആളുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ വളാഞ്ചേരി, അതുപോലെ തന്നെ മലപ്പുറം, മേലാറ്റൂര്, ആ ഭാഗങ്ങളിലൊക്കെ നമ്മളെ സാധനം എടുത്ത് സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. ഇതാണ് നമ്മളെ കമ്പനീൻ്റെ മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ അയാളെടുത്ത് നോക്കി കൊടുക്കുക. ഇപ്പം നിലവിൽ നമുക്ക് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലുണ്ട്. മലപ്പുറം ജില്ലകളിൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ ജില്ലകൾ വരെ ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിലും കൂടി ഈ സീസണോട് കൂടിയിട്ട് നമ്മളെല്ലായിടത്തേക്കും സാധനം അവൈലബിൾ ആക്കുന്നതായിരിക്കും.
8075124034. ഷർഫുദ്ദീൻ എന്നാണ് എൻ്റെ പേര്. കേരളത്തിൽ എവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമ്മളെ ബന്ധപ്പെടാം. നമ്മളെ പ്രൊഡക്റ്റ് അവിടത്തേക്ക് നിങ്ങൾക്ക് എത്തിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോകളുമായി പിന്നീട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട സബ്സ്ക്രൈബ്, പിന്നെ ലൈക്ക്, പിന്നെ മറ്റേ കിങ്ങിണി മണി ഉണ്ടല്ലോ അതും കൂടി ഒന്ന്